സീസൺ 8 ഫെഡറൽ ബാങ്ക് സ്പീക്ക് ഫോർ ഇന്ത്യ കേരള എഡിഷൻ ഇൻ അസോസിയേഷൻ വിത്ത് മാതൃഭൂമിയുടെ ഗ്രാൻഡ് ഫിനാലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അടുത്ത വ്യക്തിയുമായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. നമ്മുടെ ഫൈനലിസ്റ്റ് ആയിട്ടുള്ള ആനന്ദാണ് എൻ്റെ ഒപ്പം ഉള്ളത്. ഇനി ആനന്ദിന് ശേഷം വരുന്ന ഫ്യൂച്ചർ കണ്ടസ്റ്റൻസ് ഉണ്ടാവുമല്ലോ നമ്മളുടെ അടുത്ത വർഷങ്ങളിലൊക്കെ ആയിട്ട് വരുന്ന, അവർക്കൊക്കെ എന്ത് ടിപ്പായിരിക്കും ആനന്ദിന് കൊടുക്കാൻ പറ്റുക? സത്യമായിട്ടും ഇനി വരുന്ന കണ്ടന്റിനോട് എനിക്ക് പറയാനുള്ളത് തോറ്റുകൊണ്ട് തുടങ്ങുക. സ്പീക്ക് ഫോർ ഇന്ത്യയിലായാലും വേറൊരു വേദിയിലായാലും ഒരുപാട് തോറ്റിട്ട് മാത്രം വിജയത്തിലോട്ട് എത്തിയ ഒരാളാണ് ഞാൻ. തോറ്റത് കൊണ്ട് മാത്രം വിജയത്തിലോട്ട് എത്തിയ ഒരാളാണ്. ഓൾസോ ഇവിടെ വന്നിപ്പോൾ സെമിഫൈനൽസിൽ നമ്മൾ സെക്കൻഡ് ലെവൽ, സെമിഫൈനൽസ് 2 ലെവലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സെക്കൻഡ് ലെവൽ കഴിഞ്ഞിട്ട് ആ പേര് ഗ്രാൻഡ് ഫിനാലേക്കുള്ള പേര് അനൗൺസ് ചെയ്തപ്പോൾ എക്സ്പെക്ട് ചെയ്തിരുന്നോ ആനന്ദ് ഗ്രാൻഡ് ഫിനാലയിലൊക്കെ ഞാൻ കയറുമെന്നുള്ളത്? അതൊരു രസമുള്ള ചോദ്യമാണ്. കാരണം റൗണ്ട് 1-ൽ നിന്ന് ഉറപ്പായിട്ടും റൗണ്ട് 2-ൽ കയറത്തില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ റൗണ്ട് 2-ൽ എൻ്റെ പെർഫോമൻസ് കാരണം എനിക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ രസമുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പീക്ക് ഫോർ ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് ഫൈനലിൽ കയറണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലോട്ടറി അടിക്കുന്ന പോലെ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും സിനിമയിൽ അഭിനയിക്കുന്നുള്ള ആഗ്രഹത്തിനപ്പുറം ഒരിക്കലും ഫൈനലിൽ കയറുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. സോ യെസ്, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു വിശ്വസിക്കുന്നു ആനന്ദ്. ഓൾ ദി വെരി ബെസ്റ്റ്. നാളെ സൂപ്പറായിട്ട് ചെയ്യാൻ നല്ല പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കാൻ സാധിക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്.